Hi guys, so welcome to the next episode of Healthy and Tasty. ഞാൻ അങ്ങനെ പറയാം. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വാസ് ലഡു. സെയിം ഡേ ആണ് ഞാൻ ഇതും ചെയ്യുന്നത്. റൈറ്റ് നൗ ഐ എം തിങ്കിങ് ഓഫ് മേക്കിംഗ് ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം. ആൻഡ് ദി ഇൻഗ്രീഡിയൻസ് ആർ വെരി സിമ്പിൾ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയാണ്. സോ ഞാനൊരു റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടേ ഇറ്റ് ഹാഡ് ബനാനയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന എനിക്കറിയില്ല ഇതിനെന്താ പറയും, രസാദൻ്റെ അല്ല, പുളിയൻ പഴവും എന്താ പറയും. എനിക്ക് ലിറ്ററലി പഴം ഇഷ്ടമില്ല, ബട്ട് അമ്മ എനിക്ക് വേറെ പഴം മേടിക്കുന്നത് സമ്മതിച്ചില്ല. സോ നമ്മൾ ഇതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ 3 ഈ ബനാന എടുത്തു. നല്ല റൈപ്പാണ്. എനിക്കറിയത്തില്ല ബനാനയുടെ എണ്ണ ഇനിയും വേണം, ബിക്കോസ് ആ റീൽസിൽ 2 വലിയ ബനാന എടുത്തത്. എനിക്ക് തോന്നുന്നു 3 മതിയായിരിക്കും. ദെൻ കൊക്കോ പൗഡർ, ബിക്കോസ് ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. ദെൻ കുറച്ച് ചോക്കോ ചിപ്സ്, കുറച്ച് ചോക്ലേറ്റ്സ്. ഇറ്റ്സ് നോട്ട് വെരി ബാഡ്, റൈറ്റ്? ഞാൻ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തു. എനിക്കറിയത്തില്ല ഹെൽത്തി ആണോ അല്ലേന്ന്, ബട്ട് വാട്ട് എവർ. ദെൻ കുറച്ച് മിൽക്ക് വേണം നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ വെനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ റോസ്റ്റഡ് ഇത് വേണം, വാട്ട് ഇസ് പീനട്ട്സ്. എനിക്കറിയത്തില്ല, ഞാൻ പീനട്ട്സ് ഇപ്പോൾ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ക്യാൻ ഷോ യു. സോ ഇപ്പം പീനട്ട്സ് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കണ്ടു ദേ ആർ യൂസിങ് റോസ്റ്റഡ് പീനട്ട്സ്. നമുക്ക് വേണമെങ്കിൽ അതിനൂടെ ബദാമോ ഓട്സോ എന്തെങ്കിലും ഇടാം ഇഫ് വി വോണ്ട്സ്. ഓട്സ് എന്ന് പറയുമ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് വരും, ബിക്കോസ് അപ്പോഴേ മര്യാദയ്ക്ക് ബ്ലെൻഡ് ആവത്തുള്ളൂ. ഓക്കെ, വെയിറ്റ്, ഞാൻ ഡേറ്റ്സിനെ പറ്റി പറഞ്ഞില്ലായിരുന്നല്ലോ. ഡേറ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ സ്വീറ്റ് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ പീനട്ട്സ് എനിക്ക് തോന്നുന്നു കരിഞ്ഞു പോയിട്ടുണ്ട്, കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. എനിക്കറിയില്ല, ഇതിൻ്റെ ഇനിയും തൊലി മാറ്റണം. കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ടല്ലേ മാറ്റാൻ പറ്റത്തുള്ളൂ. സോ വിൽ വെയിറ്റ് ഫോർ ഇറ്റ് ടു കൂൾ ഡൗൺ. ആൻഡ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മിൽക്കിൽ ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയ ഈ ലഡ്ഡൂസ് ഉണ്ടല്ലോ, ലഡ്ഡൂസിൻ്റെ ചോക്ലേറ്റ് കുറച്ചുണ്ടായിരുന്നു ഞാൻ മെൽറ്റ് ചെയ്ത സമയത്ത്. അതിൽ ഞാൻ കുറച്ച് പാൽ ആഡ് ചെയ്തു. വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, സോ ഇതിന് കൂളായി കഴിഞ്ഞിട്ട് ബാക്കി വരാം. സോ ഇപ്പം ഞാൻ ഐ മീൻ ദ പ്രോസസ് ഈ പീനട്ട് കപ്ലണ്ടിയുടെ ഇത് തൊലി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറേ നേരം കൊണ്ട് ഞാൻ ട്രൈ ചെയ്തായിരുന്നു. സോ ഇടയ്ക്ക് അമ്മ വന്നു, ഞാൻ എന്തോ ചെയ്തു. എൻ്റെ അമ്മ പറഞ്ഞു ഇത്രേ പോകത്തുള്ളൂ, ബട്ട് അമ്മ കുറേ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും, പക്ഷെ നമുക്ക് തൊലി കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ബാക്കിയും ചെയ്യാൻ പോവാം. പിന്നെ അമ്മയാണെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അമ്മ എന്നെ ഓവർ ആക്ടിങ് ദുക്കാൻ അങ്ങനെയൊക്കെ പറയുന്നു. എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഓവർ ആക്ടിങ് വേണ്ട നമുക്ക്. എൻ്റെ ചളി ഞാൻ തന്നെ കേൾക്കാണ്ട, പ്ലീസ് എന്നെ മൈൻഡ് ചെയ്യണ്ട. കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക, അത് വേറെ കാര്യം. സോ കുറച്ച് തൊലി മാറ്റിയിട്ട് ഞാൻ വരാം പിന്നെ. സോ ആഫ്റ്റർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ നിന്ന് തൊലിയെല്ലാം മാറ്റി കഴിഞ്ഞു. കുറേ ടൈം എടുത്തു. ഇവിടെ എന്ത് ചൂടായിരുന്നു, റാൻഡം ക്ലൈമറ്റ് ഭയങ്കര ചൂട്. ഇപ്പോൾ തന്നെ വിയർത്ത് ഒഴുകുവാണ്. ബട്ട് ഐ എം കൺസിസ്റ്റൻറ്റ്. ഞാൻ ഷോ കാണിച്ച് ഇതൊക്കെ ഇന്ന് മേടിച്ചതേ ഉള്ളൂ. സോ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വിത്ത് സ്കോൾഡ് മീ. സോ ഇനി നമ്മുടെ പ്രോസസ്സിലോട്ട് കിടക്കാം. സോ ഒരു ബ്ലെൻഡർ എടുത്തു. ഇതിൽ ഞാൻ വലിയ ബ്ലെൻഡർ എടുത്തു. എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരുമോ ഇല്ലെന്ന്. നമ്മൾ തെറ്റിയാൽ പിന്നെ അത്. സോ നല്ല റൈപ്പ് ബനാന എടുക്കാനാണ് അവർ പറഞ്ഞത്, റീൽസിലെ പെണ്ണ്. സോ ഞാൻ ഇതിൽ 3 ബനാനാസ് ഇടുന്നുണ്ട്. നല്ല റൈപ്പാണ്, പക്ഷെ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. എനിക്കറിയത്തില്ല, ഇനി കൊക്കോ പൗഡറും വാനില എസൻസ് ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കാം, ഹൂ നോസ്. സോ 3 ബനാന. എനിക്ക് തോന്നുന്നു ഒരെണ്ണം കൂടെ ഇടേണ്ടി വരും. ഒന്ന് കൺസിസ്റ്റൻസി നോക്കിയിട്ടിടാം, അല്ല പിന്നെ ബനാന ഒരുമാതിരി ഇരിക്കുന്നു, ഇഷ്ടമില്ലേ ബനാന. ഓക്കെ, സോ ബനാന ഇടണം. ദെൻ നമ്മൾ ഈ കയ്യിൽ സൈഡിൽ വെച്ചിരിക്കുന്ന ഡേറ്റ്സും ഈ കപ്പലണ്ടി ഓർ പീനട്ട് ഇടാം. ആ പെണ്ണ് വീട്ടിലിടുന്ന കണ്ടിട്ടാണ് എൻ്റെ ഇടുന്നത്, നോട്ട് മൈ റെസിപ്പി. ഇഫ് ഇത് പ്രോപ്പർ ആയില്ലെങ്കിൽ ഞാൻ അവിടെ പോയി കമൻറ്റ് ഇടും, സ്കാം എന്ന് പറഞ്ഞ കമൻറ്റ് ഇടുന്നത്. സോ ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇതിന് കുറച്ച് പാലിടണം. സോ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ലൈക്ക് ഞങ്ങൾ ലഡ്ഡു ഉണ്ടാക്കിയ സമയത്ത് മെൽറ്റ് ചെയ്തായിരുന്നു കുറച്ച്. സോ ആ ചോക്ലേറ്റിൻ്റെ അകത്ത് തന്നെ എടുത്ത് കുറച്ച് പാലിട്ടായിരുന്നു.
ഐ തിങ്ക് കുറച്ച് പാലിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, സോ കുറച്ച് പാലേ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇടാം. എനിക്കിതിൻ്റെ അളവൊന്നും അറിയത്തില്ല, ഞാൻ ചുമ്മാ എടുത്തിടുക. ചോക്ലേറ്റ് അല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കാം. ഇനി ഇത്രയും പോയി ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. ഞാൻ നോക്കാം എന്ത് സംഭവിക്കാൻ പോകുന്നത്. ഇട്ടിടണം. സോ ആക്ച്വലി ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് ഞാൻ ഒരു ബനാനയും കൂടി ഇട്ടായിരുന്നു. അപ്പോൾ 4 കുഞ്ഞു പഴം ആൻഡ് കുറച്ച് പാൽ ആൻഡ് ഓൾ. ആൻഡ് ഇതിങ്ങനെയായിരിക്കുന്നു. ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ, ഫൈൻ. എനിക്കറിയത്തില്ല ഇനി ലിക്വിഡി ആവുമോ എന്നത്, ആർക്കറിയാം. കുറച്ചേ ആയുള്ളൂ, ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ, കുറച്ചേ ആയിട്ടുള്ളൂ. സോ ഇനിയും പിന്നെ പറയാം. സോ ഇപ്പം ഞാൻ ഇത് വേറൊരു കണ്ടെയ്നർ എടുത്തിട്ട് ഇടുവാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, കണ്ടോ? കുറച്ച് തിക്കാണ്. ഐ ഡോണ്ട് നോ ഇത്രയും തിക്കാവണോ അതോ ഇനിയും ലൈറ്റ് ആവണോ, അതൊന്നും എനിക്കറിയത്തില്ല. എനിവേ ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് അവർ വെനില എസൻസ് കണ്ടൻറ്റിൻ്റെ അകത്ത് ആക്കിയിട്ട് ഇടുന്നത്. എനിക്കറിയത്തില്ല എന്താണെന്ന് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഇടാമായിരുന്നു. സോ ബട്ട് നമ്മൾ അവരുടെ റെസിപ്പി ഫോളോ ചെയ്യാൻ പോവാം. ഞാനും കുറച്ച് ഐ തിങ്ക് ഒരു കുഞ്ഞ് ക്യാപ്പ് വെനില എസൻസ് മതിയായിരിക്കും. ടേസ്റ്റ് മാറാൻ വേണ്ടിയായിരിക്കും ഒരു പഴത്തിൻ്റെ. സോ ഈ വെനില എസൻസ് ഞാൻ യൂസ് ചെയ്യുന്നത്, ടൈഗർ. ഞാൻ വെനില ഇട്ടിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്പ്രെഡ് ചെയ്ത്. ആക്ച്വലി ഇത് യുനോ ഇറ്റ്സ് കുറേ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. ഇത് മൊത്തം റോസ്റ്റഡ് പീനട്ട്സാണ്. ആ വീഡിയോയിൽ ഷീസ് ടെല്ലിങ് ഇതിൽ ഭയങ്കര പ്രോട്ടീനാണ്, മേ ബി ബിക്കോസ് ഓഫ് പീനട്ട്സ്, അതുകൊണ്ടായിരിക്കും പറയുന്നത്. സോ ഓക്കെ, ഇത് മൊത്തം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ബാക്കി ഇനിയും കുറച്ചുകൂടെ സാധനങ്ങൾ വരുമല്ലോ. യു കുഡ് മേക്ക് എ മിൽക്ക് ഷേക്ക് ഔട്ട് ഓഫ് ഇറ്റ്. പാലിടുക, അടിക്കുക, വേണേൽ കുറച്ച് ഷുഗർ ഇട്ടോ, ഹെൽത്തി ആക്കണമെങ്കിൽ ടേസ്റ്റ് ഇട്ടോ, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇറ്റ്സ് നോട്ട് വെരി സ്വീറ്റ്. എനിക്കിത് അല്ല, ഭയങ്കര സ്വീറ്റാണ്. ഞാൻ എനിക്ക് അത്ര സ്വീറ്റ് അല്ലെന്ന്. ഇറ്റ്സ് സ്വീറ്റ് ആൻഡ് സ്വീറ്റാണ്. ഓ, മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഞാൻ ഇതിനായിട്ടാണ് ഇത് മേടിച്ചത്. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് അല്ല, ഇത് ചോക്ലേറ്റ് ചിപ്സ്. ഇത് കുറച്ച് സമയം എടുക്കുമായിരിക്കും എനിക്ക് പൊട്ടിക്കാൻ. എനിവേ ഇത് എന്ത് ബ്രാൻഡാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ പാക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് ഇതിൽ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്, ഒന്നും വരുന്നില്ല ഇതിൽ. നമുക്കിതിടാം. ഈവൻ ഇത് നമ്മുടെ സാധനം കൊള്ളത്തില്ല, ഐസ്ക്രീം കൺസിസ്റ്റൻസി വന്നില്ലെങ്കിലും അതിൻ്റെ അടുത്ത് ഇത്രയും ചോക്ലേറ്റും ഇത്രയും സാധനങ്ങളും ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ ടേസ്റ്റ് ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നത്. ഇറ്റ് ഷുഡ് ടേസ്റ്റ് ഗുഡ്. ഞാൻ ഇപ്പോഴും ജാറിനകത്ത് എടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ ഫ്ലോറിൽ ഭയങ്കര ഗ്ലെയർ വരുന്നുണ്ട് എൻ്റെ ഫോണിൽ. അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ തുറന്നുണ്ടാകും. ഓക്കെ, അപ്പം കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് ചിപ്സ് ഇടാം, അതിൻ്റെ ഇങ്ങനെ ടേസ്റ്റ് ഇരിക്കട്ടെ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അക്കോർഡിംഗ് ടു ആ കൊച്ചിൻ്റെ പ്രോസസ്സ് വി ഹാവ് ടു റെഫ്രിജറേറ്റ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഇറക്കി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറ്റ്സ് റെഡി ടു ഈറ്റ് എന്നാ കൊച്ച് പറഞ്ഞത്. സോ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചേ ആയിട്ടുള്ളൂ. ലെറ്റ്സ് സീ, ഐ ഹോപ്പ് ഇറ്റ് ടേസ്റ്റ് ഗുഡ്. സോ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെയും മറ്റേതിൻ്റെയും ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യണം. മറ്റേത് ഞാൻ ടേസ്റ്റ് ചെയ്തു. മറ്റേത് മീൻസ് ദ ചോക്ലേറ്റ് ലഡ്ഡൂസ് ദാറ്റ് ഐ മെയ്ഡ് ആൻഡ് ഇറ്റ് ടേസ്റ്റ് ഗുഡ്. ഗുഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഒരു കയ്പുണ്ട് ആൻഡ് ഇറ്റ്സ് സ്വീറ്റ്. നമ്മൾ എന്തായാലും ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ ഹെൽത്തി എന്ന് പറയും. ഐ ഡോണ്ട് നോ, അതിൻ്റെ പിന്നെ കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കൊക്കോ പൗഡർ ഹെൽത്തി ആണോ എനിക്കറിയില്ല. സോ ഇത് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. വെരി സ്വീറ്റ് ഇപ്പം. ബൈ. സോ അത് തണുക്കുന്ന വരെ ഞാൻ പറഞ്ഞില്ലേ, ആ ബാക്കിയുള്ള അതിൽ ബാറ്ററിൽ ഞാൻ കുറച്ച് പാൽ ആഡ് ചെയ്തു. അപ്പം മിൽക്ക് ഷേക്ക് ആക്കി കുടിക്കാനാണ് നമുക്ക്. അപ്പം ഇത് ഞാൻ മുരളി പാലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ
ഇതിൽ ഞാൻ പാൽ ആഡ് ചെയ്തു, കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യാം ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഐ നോ അതിൽ ഫ്ലേവർ ഉണ്ടെന്ന്, കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നൊന്നും ചീത്തയാകത്തില്ലല്ലോ. ആൻഡ് വേണം നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ആൻഡ് മധുരത്തിന് വേണ്ടി എനിക്ക് അറിയില്ല, കുറച്ച് എന്തെങ്കിലും സ്വീറ്റനിങ് ഏജൻറ്റ് ആഡ് ചെയ്തോ. ഞാൻ ഇത്ര ഹെൽത്തി പറഞ്ഞ് ഞാൻ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത തോന്നും. നിങ്ങളെ ഞാൻ കാണിക്കത്തില്ല, പക്ഷേ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം ആൻഡ് ലെറ്റ്സ് ടേസ്റ്റ് ഇറ്റ്. ടു ബി ഓണസ്റ്റ് ഞാൻ ഇതുവരെ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, ബട്ട് ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് മധുരമുണ്ട്. മേ ബി കൊക്കോ പൗഡർ വെച്ച് കയ്പല്ലേ, വോട്ട് എവർ. ഇതിൽ എന്തെങ്കിലും മധുരം ഉണ്ട്. എനിക്കൊന്ന് ഇതിന് മുന്നേ ആഡ് ചെയ്ത ഡേറ്റ്സിൻ്റെയും അതിൻ്റെയൊക്കെ മധുരം ഉണ്ടായിരിക്കും ഇതിനകത്ത്. സോ വേണം നമുക്ക് കുറച്ച് കോഫി ആഡ് ചെയ്യാം, ഒരു ഫ്ലേവർ കിട്ടട്ടെ. വെയിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. സോ ഞാൻ ഈ കോഫി ആഡ് ചെയ്യുന്നത് വോട്ട് എവർ, എനിക്ക് ഇതിൻ്റെ റീഡ് ചെയ്യാൻ ഇപ്പോൾ വയ്യ. സോ കുറച്ച് കോഫി ആഡ് ചെയ്യാം ഫോർ ദ ഫ്ലേവർ. കോഫി ആഡ് ചെയ്തിട്ട് ഇനി ബ്ലെൻഡ് ചെയ്യാം ആൻഡ് ദെൻ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നൊക്കെ ഡയലോഗ് അടിച്ചെങ്കിലും ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇറ്റ്സ് സ്വീറ്റ്, ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കോഫി ആഡ് ചെയ്തു ആൻഡ് ഇറ്റ് ടേസ്റ്റ് റിയലി ഗുഡ്. എനിക്കിഷ്ടപ്പെട്ടു. മധുരം ഭയങ്കര കുറവൊന്നുമല്ല, കുറച്ച് കുറവാണ്. ഏറ്റവും കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഇനി അത് ആഡ് ചെയ്യണോ? ആക്ച്വലി ഇട്ടില്ല, എൻ്റെ ഡ്രസ്സ് മൊത്തം ഇവിടെ ചോക്ലേറ്റിൻ്റെ സ്റ്റെയിൻ, ഫുൾ സ്റ്റെയിനാ. ഇത് കാണുമ്പോൾ അടുത്ത അമ്മ തുടങ്ങി ഇനി അതുകൊണ്ട് കിച്ചനെ കേട്ടത് എന്ന് പറഞ്ഞു തുടങ്ങും. സോ ഇനിയും അതിന് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാനുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. ഐ ഡോണ്ട് നോ എത്ര നേരം റെഫ്രിജറേറ്റ് ചെയ്യണം. മേ ബി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് സീ. അത്ര മധുരം ഇല്ലാത്തതുകൊണ്ട് വലിയ രസമൊന്നുമില്ല, ബട്ട് ഫ്ലേവർ ഉണ്ട്, ടേസ്റ്റ്. ഷുഗർ ഫ്രീ നമുക്ക് വലിയ അത് വരുന്നില്ല. ഷുഗർ ഡയബറ്റീസിന്റെ ആൾക്കാർക്ക് നല്ലതാണ്. റൈറ്റ് നൗ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാണ്. ഇറ്റ്സ് ബീൻ 4-5 hours ഫ്രീസ് ചെയ്തിട്ട്. ഇത് ഭയങ്കര ക്രീമി ഒക്കെയാണ്, ബട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് പഴത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കുക. ബിക്കോസ് ആ ഒരു പഴം ടൈപ്പ് ആയതുകൊണ്ടായിരിക്കും. കൂടുതൽ ഫ്ലേവറില്ലാത്ത പഴമാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി നൈസ്. ആൻഡ് കുറച്ചുകൂടെ പാല് ചേർത്താൽ കൊള്ളാം, ബട്ട് ഇറ്റ്സ് വെരി ക്രീമി. എനിക്ക് പേഴ്സണൽ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ആ പീനട്ട്സിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല, അത്രയും കുറച്ചുണ്ട്. എനിക്ക് തോന്നുന്നു കൊക്കോ പൗഡർ കൂടുതലാക്കണമായിരുന്നു ആൻഡ് വെനില എസൻസും കുറച്ച് കൂടുതലാക്കായിരുന്നു. എന്നാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ്, ബട്ട് ഗുഡ്. ഫസ്റ്റ് ടൈം അല്ലേ, നെക്സ്റ്റ് ടൈം ഇത് ഓക്കെ ആയിരിക്കും. ഓക്കെ, ബൈ. मत देना किसी को भी, बोलने मेरे फोन में भी चार्ज नहीं है, समझ में आया? समझ में आया?